ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം, അതായത് SIR വഴി പട്ടികയിൽ നിന്നും പുറത്താക്കുന്നവരുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. www.ceo.kerala.gov.in എന്ന ലിങ്കിൽ പ്രവേശിച്ച് പേര് വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. തെറ്റായ കാരണത്താൽ പുറത്താക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ BLOമാരെയോ പാർട്ടി പ്രതിനിധികളെയോ അല്ലെങ്കിൽ BLAമാരെയോ ബന്ധപ്പെട്ട് ഫോം സമർപ്പിച്ചാൽ വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോം സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരമുണ്ട്. കൂടുതൽ സമയം വേണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടുവെങ്കിലും ഇത് അംഗീകരിച്ചിട്ടില്ല. ക്രമനമ്പർ, തിരിച്ചറിയൽ കാർഡ് നമ്പർ, പേര്, ബന്ധുവിൻ്റെ പേര്, പുറത്താക്കാനുള്ള കാരണം എന്നിവ പുറത്താക്കൽ പട്ടികയിൽ തന്നെ ഉണ്ട്. മരിച്ചവർ, സ്ഥലം മാറിപ്പോയവർ, കണ്ടെത്താൻ കഴിയാത്തവർ, പട്ടികയിൽ ഒന്നിലേറെ തവണ പേരുള്ളവർ എന്നിങ്ങനെയാണ് പട്ടികയിൽ കാരണം കാണിച്ചിരിക്കുന്നത്. ഫോം സ്വീകരിക്കാനോ തിരിച്ചു നൽകാനോ സാധിക്കാത്തവരുടേതിന് EF എന്നാണ് കാരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറത്താക്കിയവരുടെ പട്ടികയിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പരിശോധിക്കേണ്ട വിധം www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ലിങ്കിലാണ് കയറി പരിശോധിക്കേണ്ടത്. ഈ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ജില്ല, നിയമസഭാ മണ്ഡലം, പോളിംഗ് സ്റ്റേഷൻ എന്നിവ തിരഞ്ഞെടുക്കുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ലഭിച്ച പട്ടികയിൽ വോട്ടർമാരുടെ വിശദാംശങ്ങൾ കാണാം. ക്രമനമ്പർ, തിരിച്ചറിയൽ കാർഡ് നമ്പർ, പേര്, ബന്ധുവിൻ്റെ പേര്, പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്നിവയാണ് പട്ടികയിലുള്ളത്. മരിച്ചവർ, സ്ഥിരമായി സ്ഥലം മാറിപ്പോയവർ, കണ്ടെത്താൻ കഴിയാത്തവർ, രണ്ടോ അതിൽ കൂടുതലോ തവണയോ പട്ടികയിൽ പേരുള്ളവർ, ഫോം വാങ്ങുകയോ തിരിച്ചു നൽകുകയോ ചെയ്യാത്തവർ തുടങ്ങി പുറത്താക്കപ്പെടാനുള്ള കാരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പുറത്താക്കിയാൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. മതിയായ കാരണങ്ങളില്ലാതെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നു തന്നെ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടുക. SIR ഫോം പൂരിപ്പിച്ച് നൽകണം. ഫോം പൂരിപ്പിച്ച് തെറ്റുതിരുത്താൻ ഇന്നുവരെയാണ് അവസരം. ഫോം നൽകിയാൽ 23-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയിൽ പേര് ഉൾപ്പെടുത്തും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിൽ ഉൾപ്പെടാത്തവരുടെ ബൂത്ത് തിരിച്ചുള്ള പട്ടിക ഇലക്ട്രൽ ഓഫീസർമാരുടെ നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പട്ടിക ലഭിക്കും. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും BLOമാർക്കും പട്ടിക കൈമാറുകയും ചെയ്യും. പരാതികൾ ഈ മാസം 23 മുതൽ ജനുവരി 22 വരെ ഫോം 6-നൊപ്പം സത്യവാങ്മൂലം സമർപ്പിക്കണം. പ്രവാസി വോട്ടർമാർക്ക് ഫോം 6A നൽകിയും പേര് ചേർക്കാം. വിലാസം മാറ്റാനും തെറ്റുതിരുത്താനും ഫോം 8 നൽകണം. ഈ ഫോമുകൾ voters.eci.gov.in എന്ന ലിങ്കിൽ ലഭിക്കും. ആവശ്യമായ വിവരങ്ങൾ സമർപ്പിക്കാത്തവ അദാലത്തിന് വിളിക്കും. ഇതിനുശേഷം ഒഴിവാക്കുകയാണെങ്കിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1-ാം അപ്പീൽ നൽകാം. 1-ാം അപ്പീലിലെ ഉത്തരവ് വന്ന് 30 ദിവസത്തിനുള്ളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് 2-ാം അപ്പീലും നൽകാം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ പട്ടികയിൽ പേര് ചേർക്കാനും മാറ്റം വരുത്താനും അവസരമുണ്ട്. 25 ലക്ഷത്തിലേറെ പേരെ കണ്ടെത്താനായില്ലെന്നാണ് വിവരം. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ BLAമാരുമായി ചേർന്ന് ഇവരെ കണ്ടെത്താൻ ശ്രമിക്കും. കണ്ടെത്താനായില്ലെങ്കിൽ കരട് പട്ടികയിൽ ഉണ്ടാവില്ല. ഫോം പൂരിപ്പിച്ച് നൽകിയവരെല്ലാം കരട് പട്ടികയിൽ ഉണ്ടാകും. സ്ഥലത്തില്ലാത്തവർ, താമസം മാറിയവർ, മരണമടഞ്ഞവർ എന്നിവരുടെ പട്ടിക പരിശോധനയ്ക്ക് BLOമാർ ഇതിനകം BLAമാർക്ക് നൽകിയിട്ടുണ്ട്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഉൾപ്പെടാത്തവരുടെ ബൂത്ത് തിരിച്ചുള്ള പട്ടിക ഇലക്ട്രൽ ഓഫീസർമാരുടെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പട്ടിക ലഭ്യമാക്കും. ഇത് പരിശോധിച്ച് പേര് ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടാം. പരാതികളും ആക്ഷേപങ്ങളും ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ നൽകാം. ആവശ്യമായ വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ലാത്തവരെ EROമാർ ഹിയറിങ്ങിന് വിളിപ്പിക്കുന്നതാണ്.